സിനിമാ താരം സുധീർ കരമന ഓണവിശേഷങ്ങൾ 24-മായി പങ്കുവയ്ക്കുകയാണ്. അലക്സ് റാമുഹു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഈ ഓണ ദിവസം നമുക്കൊപ്പമുണ്ട്. സുധീർ കരമന ചേട്ടാ, നമസ്കാരം. ഹാപ്പി ഓണം. ആദ്യം തന്നെ എങ്ങനെയുണ്ട് വീട്ടിലെ ഓണം? എന്തായി ഇന്നത്തെ ഓണ ഒരുക്കങ്ങളൊക്കെ? എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എല്ലാ ആഘോഷങ്ങളും നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഗ്രഹാതുരത്വം ഏറ്റവും കൂടുതൽ ഉണർത്തുന്ന ഒരു ഉത്സവം തന്നെയല്ലേ. ആഘോഷങ്ങൾ നല്ല വിധത്തിൽ ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു. അപ്പോൾ ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത് നമുക്ക് ചെറിയ പ്രയാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വയനാട് പ്രകൃതി ദുരന്തമൊക്കെ പ്രയാസമുണ്ടെങ്കിൽ പോലും സർക്കാർ പോലും പറയുന്നത് ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് ആരും പ്രയാസപ്പെടുത്താതെ ആഘോഷിക്കണം തന്നെയാണ്. അച്ഛനെ കൂടെ ഒരു വിഷയം മിസ് ചെയ്യുന്നുണ്ടാവും ഈ സമയത്ത്? തീർച്ചയായും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മിസ് അതാണല്ലോ. നമുക്കതൊരിക്കലും മാറ്റാൻ കഴിയാത്ത മിസ്സാണത്. അച്ഛന് ആഘോഷങ്ങളും അല്ലെങ്കിൽ കുടുംബവുമായി സമയം ചെലവഴിക്കുന്ന ഒരു ദിവസം ഷൂട്ടില്ലെങ്കിൽ പോലും വീട്ടിലെത്തുക എന്നുള്ളൊരു ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആഘോഷങ്ങൾ ഒരിക്കലും കുറയ്ക്കാറുമില്ല. വീട്ടിലെ എല്ലാ ആഘോഷങ്ങളും നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കുമായിരുന്നു. ശിഷ്യർക്ക് അധ്യാപകൻ കൂടിയാണ്. ശിഷ്യർക്കൊപ്പമുള്ള ഓണം അത് മനോഹരമല്ലേ? അതെ 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 ഞാൻ ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള വിദ്യാലയങ്ങളിലും സ്കൂളിലും എംബസിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും ഭയങ്കര രസമാണ് ആഘോഷിക്കുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സ്കൂളിലും ഓണം ആഘോഷിക്കുമായിരുന്നു ഞാനുണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം. അവിടെയും നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചിരുന്നു. ക്രൈസ്റ്റ് നഗറിൽ ഞാൻ ജോലി ചെയ്തിരുന്നു, അവിടെയും നല്ല രീതിയിൽ ആഘോഷിച്ചു. കുട്ടികളോടൊപ്പം ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഉത്സാഹമാണ്. 24 വളരെ നല്ല രീതിയിൽ, ഇപ്പോൾ ഞാൻ കണ്ടത് ശ്രീകണ്ഠൻ നേരേട്ടനാണെങ്കിൽ കാവടി ആയിട്ടൊക്കെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ഭയങ്കര രസമായിട്ട് 24 അടിച്ച് പൊളിക്കുകയാണ് ഓണം. എപ്പോഴും ഓണം നല്ല രീതിയിൽ, ഓണം നല്ല എല്ലാ ആഘോഷങ്ങളും 24 ആഘോഷിക്കാറുണ്ട്. 24-നോടൊപ്പം എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്. അത്തരത്തിൽ അദ്ദേഹത്തിനും 24-ന്റെ ഓണാശംസ തിരികെ നേരുന്നു. അഭിലാഷ് തൊടുവൻകോടിനും സതീഷിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.